പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയോ അങ്ങനെ യാതൊരു വിശ്വാസവും. അനീത്തിയാണെങ്കിൽ ഞാനിവിടെ ഉടമ്പടി എടുത്ത ആ ഉടമ്പടി രൂപം അനീത്തിക്ക് കൊടുത്തു. എനിക്കറിയത്തില്ലായിരുന്നു എന്നെ കൊടുക്കരുതെന്ന്. അപ്പോൾ അനീത്തി അത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ബെഡിൻ്റെ താഴെ ഇട്ടിട്ടാണ് ജോലിക്ക് പോണത്. അവൾ ബാങ്കിലൊരു മാനേജറാണ്. അപ്പോൾ അതിൽ പിന്നെ പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം കൊടുത്തെങ്കിലും അവൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയോ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. കാരണം ബാങ്ക് മാനേജറാണ്. വയസ്സായൊരു അമ്മയുണ്ട് വീട്ടിൽ, 92 വയസ്സായ അമ്മ. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ഈ ലിവറും കിഡ്നിയും എല്ലാം പ്രശ്നമായതുകൊണ്ട് ഫുഡൊക്കെ പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അതെല്ലാം സർവൻ്റ് ഉണ്ടെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തു വരുമ്പോൾ പിന്നെ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത് 8 മണിക്കായിരിക്കും. പിന്നെ വീട്, അപ്പോൾ അവൾക്ക് ഇതൊന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. പിന്നെ അവൾ പ്രത്യേക ഒരു മൈൻഡ് സെറ്റിലേക്ക് പോയി. ഇങ്ങനെ ദുഃഖങ്ങൾ സഹിച്ച് വേറെ പ്രാർത്ഥനയൊന്നും അധികം ഇല്ലാത്ത, പ്രാർത്ഥനയ്ക്കുണ്ട് എങ്കിലും പുള്ളിക്കാരിക്ക് അത്രയും വിശ്വാസമില്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ ആയി. എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെയല്ല, ദൈവം മാതാവ് കേൾക്കും, ദുഃഖം മാറും, അനിയന് സുഖമാവുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ലിങ്ക് എടുത്ത് കൊടുക്കലും അവർക്ക് രണ്ടാൾക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലെ അനിയൻ ഒരു വശം ഇങ്ങനെ തളർന്ന പോലെയായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വശം അനങ്ങണില്ല. അപ്പോൾ നോക്കിയപ്പോൾ സ്ട്രോക്ക് വന്നതാ, ക്ലോട്ടിങ് ഉണ്ട്, ബ്രെയിനിലൊരു ഡ്രോപ്പ് ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ട്, സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പാരലിസിസായി പോകുന്നതിന് മുമ്പ് ഈ 4 മണിക്കൂറിന് മുമ്പിലൊരു ഇഞ്ചക്ഷൻ ചെയ്താൽ പാരലിസിസായി പോകത്തില്ല, നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു.